K2 2024 സ്കീമിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിലെ സപ്പോർട്ട് റിയാക്ഷൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ബീം തന്നിട്ടുണ്ട്, അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പോയിന്റ് ലോഡ്, 2 പോയിന്റ് ലോഡും ഉണ്ട്, ഒരു UDLും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ 2 റിയാക്ഷൻ RA RB ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ K2ൻ്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 2024 സ്കീമിൽ പോയിന്റ് ലോഡ് ആൻഡ് UDL ഈ 2 ലോഡിംഗ് കണ്ടീഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. ഓക്കെ, അത് ഇൻക്ലൈൻ ലോഡോ വേരിയിങ് ലോഡോ ഒന്നും നമുക്ക് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തൊരു UDL വരുന്നുണ്ട് അല്ലേ. അപ്പോൾ UDL വരുമ്പം പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് അതിൻ്റെ ലോഡ് എടുക്കേണ്ടത്, അതിൻ്റെ മൊമെൻറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിലൊരു കാര്യം ചെയ്യാം. ഈ തന്നിരിക്കുന്ന UDLനെ നിങ്ങളൊരു പോയിന്റ് ലോഡായിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങളൊരു ഡയഗ്രാം വരച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതല്ല ഇപ്പോൾ നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ ഇങ്ങനെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ തന്നിരിക്കുന്ന UDL നമുക്ക് 2 kN/m ആണ് UDLൻ്റെ ഇൻറ്റൻസിറ്റി. അത് 1.5 മീറ്ററിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ഒരു ടോട്ടൽ ലോഡായിട്ട് ആദ്യമേ കൺവേർട്ട് ചെയ്തു. ടോട്ടൽ ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു പോയിന്റ് ലോഡായിരിക്കും. അത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ സെൻറ്റർ പോയിന്റിൽ ആയിരിക്കും. ഓക്കെ, അത്രയും ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. സോ നോക്കി, നമുക്ക് 2 kN/m ആണ് ഇൻറ്റൻസിറ്റി. ഇത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 1.5 ആണ്. സോ 2 × 1.5 ചെയ്യുമ്പോൾ അത് ടോട്ടൽ ലോഡ് 3 kN നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ 3 kN എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്ററിൽ. ദാറ്റ് ഈസ് 1.5 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 0.75 ആ ഒരു സെൻറ്റർ പോയിന്റിലായിരിക്കും നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അതാണ് 3 kN. അതാണ് ഞാൻ ഈ ഒരു ഫിഗർ വരച്ചിരിക്കുന്നത്. ബാക്കി 2 ഫോഴ്സിനും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനകത്ത് RA ആൻഡ് RB കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് ഏത് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്? Fx = 0, Fi = 0 ആൻഡ് മൊമെൻറ്റ് എബൌട്ട് എ പോയിന്റ് = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഇതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നുമില്ല അല്ലേ. സോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0 എന്നുള്ള സാധനം നമുക്ക് ആവശ്യമില്ല. നമുക്ക് 2 ഇക്വേഷൻ മതി. അതായത് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസും ടോട്ടൽ മൊമെൻറ്റ് = 0. ഈ 2 ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് Fi = 0 അല്ലെങ്കിൽ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് = 0. ഇവിടെ ഏതൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്? ഞാൻ അവിടുന്ന് എന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ RA ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലേ. റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ അപ്വേർഡ് ഡയറക്ഷനിലുള്ളത് ഞാൻ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ളത് ഞാൻ നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ RA മേളിലേക്കാണ്. സോ RA ഈസ് പോസിറ്റീവ്. ദെൻ ഒരു 4 kN താഴേക്കുള്ളത് നെഗറ്റീവ്. ദെൻ അഗെയിൻ നമ്മുടെ 3 kN താഴേക്കാണ് അഗെയിൻ നെഗറ്റീവ്. 1.5 താഴേക്കാണ് നെഗറ്റീവ്. ദെൻ ഇവിടെ വരുമ്പോൾ RB ഉണ്ട്. RB ഡയറക്ഷൻ മേളിലേക്കാണ് പോസിറ്റീവ്. സോ ടോട്ടൽ ഫോഴ്സ് = 0. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? RA + RB = 8.5 എന്ന് കിട്ടും. ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഏതാണ്? മൊമെൻറ്റ് എബൌട്ട് എ പോയിന്റ് = 0 അല്ലേ. അപ്പോൾ ഞാനിവിടെ മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത് A സപ്പോർട്ടിലേക്കാണ്. മൊമെൻറ്റ് എബൌട്ട് A ആണ് ഞാൻ എടുക്കുന്നത്. അതായത് ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ എല്ലാ മൊമെൻറ്റ് എബൌട്ട് A നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നോക്കിയേ, ആദ്യം നമ്മൾ RA കൺസിഡർ ചെയ്യുന്നു. RA എടുക്കുമ്പോൾ എങ്ങനെയാണ്? RA എന്ന് പറയുന്നത് നമ്മുടെ Aയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ RA കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 4 നോക്കിയേ, 4 എങ്ങനെ ആക്ട് ചെയ്യുന്നത്? 4 ലോഡ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് മൊമെൻറ്റ് എടുക്കേണ്ടത് ലെഫ്റ്റിലേക്കാണ്. സോ 4 താഴേക്ക് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് എടുക്കുന്നത്. സോ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ 4 × 1.5 ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് അല്ലേ. സോ 4 × 1.5 ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ്. ദെൻ നെക്സ്റ്റ് ഏതാണ്? 3യും താഴേക്കാണ് ലെഫ്റ്റിലേക്ക് മൊമെൻറ്റ്. സോ അതും ക്ലോക്ക് വൈസ് ആയിരിക്കും. 3 × ഡിസ്റ്റൻസ് എത്രയാണ്? ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്ന പോയിന്റ് വരെ. ദാറ്റ് ഈസ് 0.75 + 1.5 ആണ് ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ്. ദെൻ അഗെയിൻ പ്ലസ് 1.5 താഴേക്കാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. 1.5 വരുമ്പോൾ എത്ര വരും? 1.5 + 1.5 + 1.5 ടോട്ടൽ 4.5 ഡിസ്റ്റൻസ്. ഇനി RB
ആർ ബി എങ്ങനെയാണ്? ആർ ബി മേളിലേക്കാണ്, മൊമെൻ്റ് എടുക്കുന്ന ലെഫ്റ്റിലേക്കാണ്, മേളിലേക്ക് ലെഫ്റ്റിലേക്ക്. സോ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഇസ് നെഗറ്റീവ് മൈനസ് ആർ ബി ഇൻറ്റു 6 ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 6 ആർ ബി ഇസ് ഈക്വൽ ടു 19.5. ഇതിൽ നിന്നും ആർ ബി എന്ന് പറയുന്നത് 19.5 by 6 3.25 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നമുക്ക് ആർ ബി കിട്ടി. ഇനി ആർ ബി കിട്ടിയ ആർ എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ആർ എ ഇസ് ഈക്വൽ ടു 8.5 മൈനസ് 3.25, ദാറ്റ് ഈസ് 5.25 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോ ആർ എയും കിട്ടി, ആർ ബിയും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. സിഗ്മ എഫ് ഈക്വൽ ടു 0, മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.